പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി സ്വപ്നം കാണുന്നില്ല, ഇന്ന് കാണണമെന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹ് കാണിച്ചു തന്നത് നരകമാണ്. അല്ലാഹുവേ, അന്ന് സ്വപ്നം കണ്ടത് നരകമാണ്. മുത്തുനബിയോട് പോയി ചോദിക്കാൻ പേടിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോയിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പേടിയാണ്. കാരണം നരകമല്ലേ കണ്ടത്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തന്റെ സഹോദരിയോട് പറയുന്ന മുത്തുനബിയോട് പോയെന്ന് ചോദിക്കാൻ തന്റെ പെങ്ങളോട് പറയുകയാണ്, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ ഒന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമോ? അങ്ങനെ പടച്ചവനെ, ഇബ്നു ഉമർ തങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? നിഅമർ റജുലു അബ്ദില്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അവിടുന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ദുള്ള നല്ലവനാണ്, ഇബ്നു ഉമർ നല്ലവനാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പക്ഷേ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ, പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, മരിക്കുന്ന കാലം വരെ പിന്നെ മുടക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ കവാടം അടയ്ക്കാനുള്ള കാരണം എന്താ? ആ പാതിരാത്രിയിലെ 2 റക്അത്ത് പകല് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എല്ലാവരും കാണുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ അറിയില്ല, നിന്റെ മക്കളറിയില്ല, നിന്റെ കുടുംബക്കാരറിയില്ല, നാട്ടുകാരറിയില്ല, അല്ലാഹു വല്ലാതെ വേറെ ഒരാളും അറിയില്ല. കാരണം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റുമല്ലോ. പക്ഷേ രാത്രി നമസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കഴിയില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പെങ്ങളെ നിനക്ക് കഴിയില്ല, വാപ്പാ നിനക്ക് കഴിയില്ല, ചെറുപ്പക്കാരാ നിനക്ക് കഴിയില്ല. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നമസ്കരിക്കണമെങ്കിൽ അല്ലാഹു സ്നേഹിച്ചവർക്ക് മാത്രമേ നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രാത്രി നമസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് വേണോ? നീ വിചാരിച്ചാ പോരടി ആമിന, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വിചാരിച്ചാ രാത്രി നിസ്കരിക്കാൻ പറ്റൂല. കാരണം അല്ലാഹ് സ്നേഹിച്ചവർക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് രാത്രി മുതൽ തുടങ്ങാൻ പറ്റുമോ? ഒരു 2 റക്അത്ത് പാതിരാത്രി 2 മണിക്ക്, 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാ കഴിയുമോ ചെറുപ്പക്കാരാ? പ്രതിഫലം അറിയുവോടാ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം നിനക്കറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, മഹാനായ പ്രവാചകൻ പറയുകയാണ്, അതാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിലേക്കെടുക്കാ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്ന് രാത്രി ഇവിടെ വഴുതുകിടന്ന് പിരിഞ്ഞു പോയി 12 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ഒന്നലാറം വെച്ച് എഴുന്നേക്കാൻ പറ്റുമോ? എന്നിട്ട് ഒതുവെടുത്തിട്ട് ഭാര്യ കാണാതെ, മക്കള് കാണാതെ നിസ്കാര റൂമിന്റെ അകത്ത് പോയി ലൈറ്റ് അണച്ചിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൈ നീട്ടിയിട്ട് അല്ലാഹ്
കടമാണല്ലാ, രോഗമാണല്ലാ, കച്ചവടം നഷ്ടത്തിലാണല്ലാ, ഒരുപാട് പ്രയാസമാ അല്ലാ, സമാധാനമില്ല അല്ലാ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും വേദന മാറുന്നില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്നൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുടെ മുന്നിലിരുന്നിട്ട് കണ്ണിന്റെ മുന്നിൽ അല്ലാഹ് വന്നിരിക്കുകയാ. മുത്തുനബി പറഞ്ഞല്ലോ, രാത്രിയായാൽ അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ഞാൻ തരാ. ആ സമയത്ത് ഒരു രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവിനോടൊന്ന് പറയടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിനക്ക് പറയാനുള്ള പരാതി നാട്ടുകാരോട് പറയുമല്ലോ, അയൽവാസികളോട് പറയുമല്ലോ, കുടുംബക്കാരോട് പറയുമല്ലോ. എന്ത് പ്രയോജനമാ മോളെ? ആ പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവേ, രാത്രി നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഖുർബത്തുൻ ഇലല്ലാഹ്. അവൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2 വതുകഫിറു ലിസ്സയ്യിആത്ത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്ത് നടന്നവരല്ലേ. ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ. അതിനുള്ള വഴി എന്താ? പാപം പൊറുക്കണോ? പാപം പൊറുക്കണോ? ഇന്ന് വരെ നീ എത്ര വലിയ കുലപാതകം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ അല്ലാഹ് പുറത്തു തരണോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, നീ ആരോടും പറയണ്ട. നീ ചെയ്തു പോയ പാപങ്ങളെ നീ ആരോടും പറയണ്ട. അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? ഈ റജബിന്റെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റിരുന്നിട്ട്, രാത്രി 4 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട്, അല്ലാഹുവേ, എന്റെ കയ്യിൽ ഇങ്ങനെ പിഴവ് പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാ കഴിയുമോ? നിന്റെ ഇന്നു വരെയുള്ള പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3ാമത്തെ പ്രതിഫലം എന്താ? പലരും പറയുന്ന പരാതി എന്തേ? ഉസ്താദേ, കള്ളുകുടി നിർത്തണമെന്നുണ്ട്, വ്യഭിചാരം നിർത്തണമെന്നുണ്ട്, പരസ്യമായി പലിശ തിന്നുന്നത് നിർത്തണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്. പെങ്ങളെ, ഉസ്താദേ, എത്ര സീരിയൽ കാണില്ലെന്ന് തീരുമാനിച്ചാൽ കണ്ടുപോകുന്ന ഉസ്താദേ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്ന ഉസ്താദ്, നന്നാകണോ ഉമ്മ? പാപം ചെയ്യാതെ രക്ഷപ്പെടണോ? ഇനിയെങ്കിലും നിനക്ക് നേരെ ജീവിക്കണോ? റസൂലുള്ള പറയുകയാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാ. പാപം ചെയ്യാൻ അല്ലാഹു വിടൂല, നിന്നെ തെറ്റ് ചെയ്യാൻ അല്ലാഹു വിടൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 പ്രതിഫലമാണ്, 5 പ്രതിഫലമാണ് ദുആ ചെയ്യാൻ പോകുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു വാപ്പാ. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ, വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവർ, എന്ന് പറയുന്ന കൂട്ടുകാർ, ഉസ്താദേ, ദിവസത്തിൽ
1 മണിക്കൂറാവും ഉറങ്ങുന്നത്. കാലിന് വല്ലാത്ത വേദനയാ. ശിവ കൊടുക്കണേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ പടച്ചവനെ. രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ ഉടമകളുണ്ടല്ലോ. രാത്രി കുടുംബക്കാര് മുഴുവനും കിടന്നുറങ്ങുമ്പോ കട്ടിലിൽ കിടന്ന് കരയുന്ന ഉമ്മ, നിനക്കറിയുവോ രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുവോ? പടച്ചവരെ, ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. ഇന്നലെ വഴക്ക് പറയാൻ കണ്ണൂര് പടച്ചവനെ ചെറുവാഞ്ചേരിയുടെ പരിസരത്തൊരു വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉസ്താദേ, വാപ്പയുടെ നാവിലെ ക്യാൻസറാ. വായിക്കകത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, മലദ്വാരത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, പടച്ചവനെ മാരകമായ രോഗങ്ങളുള്ളവരുണ്ടല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വമതറത്തുൽ ദാഇ അനിൽ ജസദി. രാത്രി നമസ്കരിക്കുന്ന മനുഷ്യ, മാരകമായ രോഗം, വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു മാരക രോഗം കൊടുക്കൂല, ക്യാൻസർ കൊടുക്കൂല, ട്യൂമർ കൊടുക്കൂല, കിഡ്നി തകർക്കൂല, ശരീരം തളർത്തൂല, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കില്ല. മാരകമായ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കാനും സഹായിക്കുന്ന പ്രവർത്തകരാ. ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ക്യാൻസറിന്റെ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചു കൊണ്ടിരിക്കുകയാണോ അറിയില്ലല്ലോ. പെങ്ങളെ, ഏതെങ്കിലും മാരക രോഗം നിനക്കുണ്ടോ എന്നറിയില്ലല്ലോ. അത് തട്ടിമാറ്റാനും മരുന്നിന് കഴിയില്ലല്ലോ. അസദഖത്തു റദ്ദുൽ ബലായ. സദഖയ്ക്ക് കഴിയുമല്ലോ. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖ എടുക്കുമോരെ, ഒരു സദഖ എടുക്കുവാപ്പാ. മടി കാണിക്കല്ലേ പെങ്ങള്. പാവങ്ങൾക്ക് വേണ്ടിയല്ലോ, രോഗികൾക്ക് വേണ്ടിയല്ലോ. മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ എടുത്തിട്ട് ബക്കറ്റിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവോട് പറയണം, അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ട്, ഒരു സൂറത്ത് പാരായണം ചെയ്തത് കൊണ്ട് അല്ലാഹുവേ, മയ്യത്ത് നമസ്കരിക്കാൻ ജനസാഗരം ഉണ്ടായെന്ന് ചരിത്രം പറയുമ്പോ ഇന്നിവിടെ കൂടിയവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയും പുറം പള്ളിയും നിറഞ്ഞ് നിന്റെ മയ്യത്ത് നമസ്കരിക്കാം. അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരും പെങ്ങള്, വരും വാപ്പാ. 40 പേരിൽ
ആലിമീങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ദുആയിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നിന്റെ മയ്യത്ത് പടപ്പ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പടച്ചവനെ നൂറുകണക്കിന് പേര് പള്ളിക്കകത്ത് വന്ന് നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു, പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. നൂറുകണക്ക് പേരുടെ ദുആ വേണോ, നൂറുകണക്കിന് പേരുടെ ദുആ വേണോ. റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഈ സദസ്സിലിരിക്കുന്ന പിഞ്ചു മക്കൾക്ക് വരെ അറിയുന്ന സൂറത്താ. നിങ്ങൾക്ക് കഴിയുമോ ഇതിനെ സ്നേഹിച്ചാൽ നിങ്ങളുടെ മരണം നന്നാവുകയാ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടുകയാ. അതുകൊണ്ട് 33 വർഷക്കാലം പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്ന ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുന്ന ഉസ്താദേ, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ, ആരെ സ്നേഹിച്ചാൽ അവര് ഖബർ വരെ വരൂ. അതുകൊണ്ട് ഞാൻ ഖബറിന് ശേഷം എന്റെ കൂടെ വരുന്ന ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബാ, ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ.